നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? കേരളത്തിൽ ഇപ്പോ സമീപകാലത്ത് സർക്കാർ ഏതൊക്കെ പ്രതിരോധത്തിലായോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നോ അതിനോടെല്ലാം CPM ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ മംഗളൂരു യാത്ര. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് പോലും വ്യക്തമാകുന്നതിന് മുമ്പ് VD സതീശൻ നടത്തിയൊരു യാത്ര എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡീലാവുന്നത്? അതിന്റെ യുക്തി ഒന്ന് പറഞ്ഞുതരാമോ? അത് ഉത്തരം പറ. തീർച്ചയായിട്ടും അയ്യപ്പദാസിന് മനസ്സിലാവുന്നതും അയ്യപ്പദാസ് മനസ്സിലായില്ലെന്ന് നടിക്കുന്നതുമായ ഒരു കാര്യമാണ് അങ്ങ് ചോദിച്ചത്. കാരണം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പ്രധാനപ്പെട്ട പേരുകൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. എന്നിട്ട് ആ ഘട്ടത്തിൽ ശ്രീ VD സതീശൻ ആണോ മറ്റ് 2 പേരാണോ എന്നുള്ള ചർച്ച നടക്കുന്നു. ഗവൺമെന്റ് ചാർജ് എടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അല്ല, അങ്ങനെയാണോ? അദ്ദേഹം റിസൾട്ട് വരുന്നതിന് മുമ്പല്ലേ? അതെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നത്? അതായിരിക്കും മനസ്സിലായത്. മുമ്പ് UDF ആണ് അധികാരത്തിൽ വരുന്നതെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടല്ലോ, അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഉണ്ടായിരുന്നല്ലോ. അതിലൊന്നും അവർക്ക് തർക്കമില്ലല്ലോ. ഞങ്ങൾക്കല്ലേ ഉള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നേ, അവരെ സംബന്ധിച്ച് തർക്കമില്ലല്ലോ. ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നോക്കൂ, നിങ്ങൾ ഇത്രത്തോളമൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇപ്പോഴും ഈ ഇത്ര വലിയ ആഘാതം തോൽവി പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പൊതുവിലുള്ള വിലയിരുത്തൽ. മറ്റ് വിഷയങ്ങളിൽ പലതും പാർട്ടി അംഗീകരിച്ചിട്ടില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. നടക്കുന്ന ചർച്ചകൾ പലതും മാധ്യമ സൃഷ്ടിയാന്ന് പറയും. പക്ഷെ ഇത്ര വലിയ തോൽവി പ്രതീക്ഷിച്ചില്ല. അത് ഒറ്റക്കെട്ടായി CPM സംബന്ധിച്ചൊരു കാര്യമാണ്. തോൽവിയാണോ ചർച്ച ചെയ്യുന്നത്? മംഗലാപുരമാണ് ചർച്ച ചെയ്യുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. കാരണം ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. CPM തോറ്റതിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? അല്ലല്ല, ഇതെന്താ ഈ ചോദ്യത്തിൽ അങ്ങേക്ക് ഇത്ര പ്രശ്നം? എന്റെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ചോദ്യം അല്ല, നിങ്ങൾ പ്രതീക്ഷയോടെ തുടർ ഭരണത്തിന് കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോയിട്ടൊരു കാര്യമില്ല കേട്ടോ. ഡൈവേർട്ട് ചെയ്യുകയല്ല, നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നതിനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. LDF തുടർ ഭരണം 3.0 എന്ന് പ്രതീക്ഷിച്ച് വോട്ടെണ്ണൽ ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങളെ മുമ്പ് തോൽവി സമ്മതിച്ചിട്ടില്ലല്ലോ. 100 സീറ്റ് ഉറപ്പിച്ചല്ലേ നിങ്ങൾ നിൽക്കുന്നത്? തുടർ ഭരണം ഉറപ്പെന്നല്ലേ? 85 മിനിമം എന്നല്ലേ? അങ്ങനെ ഇരിക്കെ ഇവിടെ അദാനിക്ക് അറിയാം ഭരിക്കാൻ പോകുന്നത് UDF ആണ്. അതുമാത്രമല്ല, അദാനിക്ക് അറിയാം മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് VD സതീശനാണ്. എന്നിട്ട് വിഴിഞ്ഞത്ത് ഡീൽ ഉറപ്പിച്ചു. ഇതൊരുമാതിരി മറ്റേ VD സതീശൻ ചെന്ന ഉടനെ പ്രധാനമന്ത്രി വിളിച്ച് നാളെ റെയ്ഡ് നടത്തിട്ടോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമല്ലേ? ശ്രീ അയ്യപ്പദാസ്, ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിക്കല്ലേ. എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം തന്നിട്ട് ഈ വ്യാഖ്യാനം അങ്ങനെ എടുത്തു വെക്ക്. കാരണം VD സതീശൻ മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ LDF തോക്കുമെന്ന് വിചാരിച്ചില്ല. ഇതൊക്കെയാണല്ലോ അത് അങ്ങ് ഇപ്പൊ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്നത്. തിരിച്ച് ഞാൻ എന്റെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കേരളത്തിൽ ഉയർന്നൊരു പ്രശ്നം, കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. VD സതീശൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി മത്സരിച്ച ഒരാളാണെന്ന് കാര്യം തർക്കമില്ലല്ലോ. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. ഈ സമയത്ത് VD സതീശൻ ഒരു വിമാന ടിക്കറ്റ് എടുത്ത് മംഗലാപുരത്തുമായി തർക്കം വരുമോ? VD സതീശൻ ഒരു ഫ്ലൈറ്റ് തീവണ്ടിക്കകത്ത് ട്രെയിനകത്ത് യാത്ര ചെയ്തായി സംശയം വരുമോ? ശരി. ഒരു കാറിൽ അദ്ദേഹം പോയ സംശയം വരുമോ? ചോദ്യം എന്താണ് അയ്യപ്പദാസ്, നിങ്ങൾ എന്തിനാ അതിനെ ഡൈവേർട്ട് ചെയ്യുന്നത്? സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് എന്തായാലും പറയട്ടെ, എന്തിനാ അങ്ങനെ ധൃതി പിടിക്കുന്നത്? ഭൂരിഭാഗം സംസാരിച്ചു, ഒരു ധൃതിയില്ല. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി മാത്രം ചോദിക്കുകയാണ്. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ. പിന്നെ എന്നാ അയ്യപ്പദാസ് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അല്ല, അതെന്താണ് ശ്രീ ഗോപൻ അങ്ങനെ ഒരു പണക്കം? ഇല്ല, എന്റെ ഒരു 1.5 മിനിറ്റ് ചോദ്യം ഒഴിച്ചു കഴിഞ്ഞ 8-9 മിനിറ്റ് ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോയി. നിങ്ങൾ തന്നെ ഡൈവേർട്ട് ചെയ്തു. അല്ല, എനിക്ക് വായിക്കാത്തൊരു ബോംബട ആളില്ലാതായി പോയല്ലേ. യുക്തിമാണ്. ഒന്ന് മനസ്സിലാക്കി ഇപ്പൊ എന്താ രമേശ് ചെന്നിത്തല ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല? അതായിരിക്കും ആദ്യമേ അറിയാമായിരുന്നു VD സതീശനാണ് മുഖ്യമന്ത്രിയാവുന്നത്. അത് 20 ദിവസത്തെ കോൺഗ്രസ് തീരുമാനിച്ച തീരുമാനം റിസൾട്ടിൽ UDF എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അസംഷണൽ എന്തിനാ? ശ്രീ ഗോപൻ, തോറ്റിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് അങ്ങ് കാണിക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും. 5 മിനിറ്റ് അങ്ങ് സംസാരിച്ചാണ് ഇടപെട്ടത്. 5 മിനിറ്റ് നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താ സഹിഷ്ണുത ശ്രീ ഗോപൻ? 5 മിനിറ്റ് കാര്യത്തിൽ അയ്യപ്പദാസിന്റെ തോൽവി എനിക്ക് മനസ്സിലാവും. എനിക്ക് അസഹിഷ്ണുത ഞാൻ തോറ്റു മതിയോ? അയ്യപ്പദാസ് പ്രതീക്ഷിച്ച VD സതീശൻ അല്ല എന്നുള്ളൊരു എനിക്കെന്ത് പ്രതീക്ഷ സാർ? എനിക്കെന്ത് പ്രതീക്ഷ? മനസ്സിലാവും. എനിക്കെന്ത് പ്രതീക്ഷ? ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ ഡെസ്പറേഷൻ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ? ഇത്രയ്ക്കൊക്കെ ഡെസ്പറേറ്റ് ആണോ നിങ്ങൾ? എന്നെ നിങ്ങൾ ഇൻസൾട്ട് തോൽവിയോണ്ട് ഇല്ലാതായോ?
തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എനിക്ക് തോൽവിയിൽ അസഹിഷ്ണുത എന്ന് പറഞ്ഞ് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുപോകാനാണ് എവിടേക്ക് താങ്കൾ എന്നെ നിങ്ങൾ വെറുതെ ഈ എന്താണ് വി.ഡി. സതീശൻ ചെന്ന് പറഞ്ഞപ്പോഴേക്കും ശരി നാളെ ലൈവ് നടത്തുക എന്ന മണ്ടത്തരം പറഞ്ഞല്ലേ CPM ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ലേ? അങ്ങനെ പറ്റില്ല, അങ്ങനെ മണ്ടത്തരം പറ്റില്ല. പറഞ്ഞല്ലേ? ഇത് തോൽവിയുടെ ചർച്ചയല്ല ഇവിടെ, അല്ലേ? തോൽവിയുടെ ചർച്ചയല്ല. അല്ലല്ല, നിങ്ങൾ അല്ലല്ല, insult ആ ചെയ്തുകൊണ്ടാണ് സാഹചര്യം മനസ്സിലാവണം. ഈ എനിക്കൊന്ന് ചർച്ച അറിയാൻ വേണ്ടി നടത്തുന്നത്. ചോദിക്കുകയാണ് ശ്രീ ഗോപൻ. ഒരു സെക്കൻഡ്, അങ്ങനെ പറ്റില്ല. നിങ്ങൾ ഇത് ആരോടാണ് ഇത് പറയുന്നത്? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. പരിഹാരം കഴിക്കുന്ന മലയാളികളോട് നിങ്ങൾ ഈ പറയുന്നത് ഇവിടെ ആരാണ് ജയിക്കാൻ പോകുന്നത് അറിയില്ല, ഇവിടെ മുഖ്യമന്ത്രി ആരാൻ പോകുന്നത് അറിയില്ല. ഈ UDF അധികാരത്തിൽ വരുന്ന പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അത് അല്ലെങ്കിൽ മനസ്സിലാക്കണം, നാടിന് മുഴുവൻ അറിയാമായിരുന്നു, ഇതിലെ പോയ എല്ലാ ഈച്ചയ്ക്കും പാറ്റയ്ക്കും വരെ അറിയാമായിരുന്നു. പക്ഷെ LDF മാത്രമേ അറിയില്ലായിരുന്നു. അത് സമ്മതിച്ചാൽ മതി, തോക്കുമെന്ന്. ഞാൻ ആ വിഷയം വിടും. അയ്യോ, എനിക്കിപ്പോ ബോധം പോവും. അയ്യപ്പദാസ് വിടുമ്പോ വിടാതിരിക്കല്ലോ ഞാൻ. അയ്യപ്പദാസിന് ഇഷ്ടമുള്ളപ്പോ വിഷയം എന്ത് സമീപനമാണ് ശ്രീ ഗോപൻ കൊണ്ടുവന്ന ഈ അങ്ങേക്ക് വളരെ പെട്ടെന്ന് മംഗളൂരു യാത്രയിലേക്ക് പോകാം. അപ്പൊ വളരെ ലോജിക്കലായ ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തി. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ ശ്രീ ഗോപൻ? ഇല്ല, ഞാൻ നിർത്തി അയ്യപ്പദാസ്. നിങ്ങൾക്ക് ചർച്ച അവരെ രണ്ടുപേരെ വെച്ച് നടത്താം. വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ? ഞാൻ നിങ്ങളുടെ ചർച്ച ബഹിഷ്കരിക്കുന്നൊന്നുമില്ല, പക്ഷേ ഞാൻ നിർത്തി. അല്ലല്ലേ, ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച ശേഷം വളരെ പെട്ടെന്ന് മംഗളൂരിലേക്ക് പോയപ്പോ എനിക്കൊരു സംശയം. എങ്ങനെയാണ് കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരിക എന്നുള്ള പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് അത് UDF ആണെന്ന് തീരുമാനിച്ച് അതിനു മുന്നേ അദാനി ഈ സതീശനെ കൊണ്ടുപോകുന്നു? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇനി 20 ദിവസം എടുത്ത് ഹൈക്കമാൻഡ് സതീശനെ തീരുമാനിക്കാൻ. ഇത് ചോദിക്കാൻ പാടില്ല. ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാണോ? അപ്പൊ നിങ്ങൾ പറയുന്നത് മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും കേരളത്തിലാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് പറയാവോ? പറയാം, എനിക്ക് മറുപടി പറയാം. പക്ഷെ ഇത്ര അസഹിഷ്ണുത വേണ്ട. ഒരു ചോദ്യം ഇടപെട്ട് ചോദിക്കുമ്പോൾ ഇത്ര അസഹിഷ്ണുത വേണ്ട. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? എത്ര സമയം തരും? ഒരു മിനിറ്റ് തരും. കാരണം 10-15 മിനിറ്റ് ആയി നമ്മൾ തമ്മില്. അല്ല, നിങ്ങൾക്ക് അസഹിഷ്ണുത, എനിക്ക് എന്താ അസഹിഷ്ണുത? താങ്കൾ 5 മിനിറ്റ് പറയാൻ സമയത്ത് ശേഷം ഞാൻ ഉപചോദ്യം മംഗളൂരിൽ ചോദിച്ചപ്പോൾ താങ്കൾ ഇഷ്ടപ്പെട്ടില്ല. താങ്കൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? മംഗളൂരു യാത്ര ഇതാണ്, ഞാൻ യെസ് എന്ന് മുള്ളെന്നാണ്. അത് ബുദ്ധിമുട്ടല്ലേ സാർ? അല്ല, നിങ്ങൾ എന്താ അയ്യപ്പദാസ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് വൈകുന്നേരം കടിച്ചു കയറാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തരണമെന്നോ? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ലൈവാണ്, ആളുകൾ കാണുകയാണ്. നിങ്ങൾ ആളെ നോക്ക് സർ. വേറെ അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. വേറെ പാർട്ടിയെ നോക്ക്. എന്തായാലും നിങ്ങളുടെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും ജീവിക്കുന്നവരല്ലോ ഞങ്ങൾ ഇടതുപക്ഷം. നിങ്ങളുടെ സൗജന്യം കൊണ്ട് ജീവിക്കുന്നവരല്ലേ ഞങ്ങൾ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ മംഗളൂരു യാത്ര താങ്കൾ പറഞ്ഞെങ്കിൽ റാൻ മോളെന്നാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അത് ബുദ്ധിമുട്ടല്ലേ? തിരിച്ചു വയ്ക്കാൻ പാടില്ലെന്നുള്ളത് ഏത് കാലത്താണ് സാർ ജീവിക്കുന്നത്? ഇത്ര ബുദ്ധിമുട്ടോ നിങ്ങൾക്ക്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങൾ ആവർത്തിക്കുക. അല്ല, അത് വീണ്ടും അത് മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് ആവർത്തിച്ചോണ്ടിരിക്കുക. മറുപടി പറയാൻ സമ്മതിക്കത്തില്ല. മറുപടി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോണ്ടെക്സ്റ്റ് വിശദീകരിച്ചാണ് സാർ. ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മൾ ജനാധിപത്യമുള്ള രാജ്യത്തല്ലേ? തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ലേ? അത് വിശദീകരിക്കാൻ എനിക്ക് അവകാശമില്ലേ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നിങ്ങൾ 5 മിനിറ്റ് അങ്ങേക്ക് ഒരു തടസ്സമില്ല സംസാരിക്കാൻ ശേഷമല്ലേ ഞാൻ ചോദ്യം ചോദിച്ചത്? എനിക്കും ചോദിക്കാൻ അവകാശമുണ്ട്. ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് മാത്രമല്ല ചോദിക്കാൻ അവകാശം, എനിക്കും അവകാശമുണ്ട്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ചോദിച്ചോളൂ. നിങ്ങൾ VD സതീശനെ വെളുപ്പിക്കാനേ ഞങ്ങളുടെ ചെലവിൽ വെളുപ്പിക്കണ്ട. നിങ്ങളങ്ങ് വെളുപ്പിച്ചോണ്ടാ മതി. കഷ്ടമാണ് സർ. അല്ല, നിങ്ങളങ്ങ് വെളുപ്പിച്ചാൽ മതി. ഞങ്ങളുടെ ചെലവിൽ കഷ്ടമാണ്, അത്രേ ഉള്ളൂ. കഷ്ടമാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. താങ്കൾ പൂർത്തിയാക്കിയെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത അതിഥികളിലേക്ക് പോയിട്ട് വരാം. ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല അയ്യപ്പദാസെ. അത് തിരിച്ചറിയാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ലാതെ പോയി. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. VD സതീശനെ വിളിപ്പിക്കാന്നുള്ള അങ്ങ് വേറെ എവിടെയും പോയി പറഞ്ഞത് എന്റെ അടുത്ത് പറയാം. വീണ്ടും അങ്ങ് ഇൻസൾട്ട് ചെയ്യരുത്. എന്ത് ഇൻസൾട്ട്? അയ്യപ്പദാസിനുള്ള അസ്വസ്ഥത VD സതീശനെ വിളിപ്പിക്കാന്ന് പറഞ്ഞ ഇൻസൾട്ട് അല്ലേ? ഞാൻ തിരിച്ചു പറയണ്ടേ? അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? അയ്യപ്പദാസിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ കണ്ടിരിക്കുന്നവരോടാണ്. എന്റെ മാധ്യമ പ്രവർത്തനത്തിനെ കുറിച്ചാണ് എനിക്ക് കമ്മിറ്റ്മെന്റ്. വേറെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അയ്യപ്പദാസ് ഉദ്ദേശിച്ചെടുത്ത് VD സതീശനെ വിളിപ്പിക്കാൻ അങ്ങ് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. VD സതീശനെ വിളിപ്പിക്കാൻ എന്നെ പറഞ്ഞത് ഇൻസൾട്ട് അല്ലേ? ഇൻസൾട്ട് അല്ലേ?
നിങ്ങൾക്ക് എങ്ങനെ ഒരു മാധ്യമപ്രവർത്തനം പറയാൻ പറ്റുക? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇടപെടൽ മുഴുവൻ അതിനുവേണ്ടിയുള്ളതാണ്. ഭയങ്കര കണ്ടെത്തലാണ് അതിനേക്കാൾ വലിയ തെളിവ് സാർ. ഒറ്റ കാര്യമുള്ളൂ, യൂട്യൂബിലുണ്ട് ഈ മെയ് 18 ശേഷം അധികാരത്തിൽ വന്ന സർക്കാരിന് ശേഷം വന്ന കൗണ്ടർ പോയിന്റുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി, അതിന് ഉത്തരം അങ്ങേക്ക് കിട്ടും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.